കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഓപ്പോയുടെ എൻകോ w31 എന്ന ഈ ഒരു ഹെഡ്ഫോണിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ടായി. ഇതിന്റെ ഒരു റിവ്യൂ നമ്മൾ നടത്തിയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഹെഡ്ഫോണും അതുപോലെ തന്നെ ആപ്പിളിന്റെ പുതിയ മോഡലായ എയർപോഡ്സ് പ്രോയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ഇതിൽ ഏതാണ് ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നതൊക്കെ നോക്കാം. പക്ഷേ ഇതിന്റെ പ്രൈസ് തമ്മിൽ ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത്. വളരെ പ്രൈസ് വ്യത്യാസമുള്ള രണ്ട് ഡിവൈസുകളാണ്. എങ്കിലും നമുക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാം. എല്ലാവർക്കും അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവയാണ് നമ്മുടെ ഇന്നത്തെ ഡിവൈസുകൾ വരുന്നത്. ഇത് ഓപ്പോയുടെ എൻകോ w31 എന്നുള്ള ഹെഡ്ഫോണ്. ഇത് വരുന്നത് ആപ്പിളിൻ്റെ എയർപോഡ്സ് പ്രോ ആണ്. ഇത് രണ്ടും തന്നെ റബ്ബർ ഡിസൈൻ ആയതുകൊണ്ട് ഇൻ ഇയർ ഹെഡ്ഫോൺസ് ആണ് വരുന്നത്. നമുക്ക് ചെവിക്കകത്തേക്ക് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ഈ ഹെഡ്ഫോൺസ് വരുന്നത്. ഇതാണ് ഹെഡ്ഫോൺസിന്റെ ഡിസൈൻ വരുന്നത്. ഡിസൈൻ വൈസ് നോക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട് ഇവ തമ്മിൽ. ഇതിന്റെ സൈസിൽ തന്നെ കാര്യമായ വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെമ്പ് പാർട്ട് വരുന്നത് ഓപ്പോയുടേത് കുറച്ച് നീളം കൂടുതലാണ്. കൂടാതെ സെൻസേഴ്സിലും കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഇതിന്റെ പിൻവശത്തെ സ്പീക്കർ ഗ്രിൽസും അതുപോലെ ഫ്രണ്ടിലെ സെൻസേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ വ്യത്യാസത്തിലാണ് ഇതിന്റെ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ഇൻപുട്ട് സെൻസിറ്റിവിറ്റിയാണ് മാറ്റം വരുന്നത്. ഓപ്പോയിൽ നമുക്ക് ടച്ച് സെൻസിറ്റിവിറ്റിയാണ് കൊടുത്തിരുന്നത്. പക്ഷേ ആപ്പിളായിട്ട് കൊടുക്കുന്നത് ഒരു പ്രസ്സിംഗ് ആണ്. ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ ഓപ്ഷൻസ് മാറ്റം വന്നിട്ടാണ്. പിന്നെ ഇതിന്റെ ഒരു ചെവിയിലേക്ക് വെക്കുന്ന ഇൻഹാൻസ് ഫീലാണ്. നമുക്ക് ഓപ്പോ വളരെ നല്ല ഫിറ്റിംഗ് ആയിട്ട് ഈ രീതിയിൽ പുറത്ത് കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാ എയർപോഡ്സ് 1 ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒന്ന് ചെറിയ രീതിയിൽ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ട് ഇരുന്നോളും. ആപ്പിളിൻ്റെതാണെന്നുണ്ടെങ്കിൽ ചെവിയിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കേണ്ട രീതിയിലും ഇത് നമ്മൾ ചെവിയിലേക്ക് വെറുതെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക്കലി ഫിക്സ് ആയിട്ട് ഇരിക്കുന്ന രീതിയിലുമാണ് കൊടുത്തിട്ടുള്ളത്. ചെവിയിൽ ഇരിക്കുന്ന ഫീൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു ഓപ്പോയുടെ എൻകോ തന്നെയാണ്. ആപ്പിള് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് തള്ളി വെക്കേണ്ട രീതിയിലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയിലേക്ക് കിടക്കാം. ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലായിട്ട് തന്നെ ഇൻബിൽഡ് ആയിട്ട് നോയിസ് ക്യാൻസലേഷൻ കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ പുറത്തുനിന്നുള്ള സൗണ്ടുകളൊക്കെ കുറച്ച് മാക്സിമം നമ്മുടെ ഇതിൽ നിന്നും വരുന്ന മ്യൂസിക്കിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്പോയിൽ കൊടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കോളിങ്ങിൽ മാത്രമാണ് നമുക്ക് നോയിസ് ക്യാൻസലേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് നല്ല ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് മറ്റുള്ളവർക്ക് കേൾക്കാൻ സാധിക്കും. ആപ്പിള് രണ്ട് ഓപ്ഷനും അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഒരു മ്യൂസിക് ക്വാളിറ്റി ഏതാണെന്ന് നോക്കാം. ആപ്പിളിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു മ്യൂസിക് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ല ബേസ് ലെവലും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഓപ്പോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ രണ്ട് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഒന്ന് ബേസ് മോഡ്, ഒന്ന് ബാലൻസ്ഡ് മോഡ് എന്നിങ്ങനെ. ബാലൻസ്ഡ് മോഡിൽ നമുക്ക് ആപ്പിളിലും അതുപോലെ ഈ ഓപ്പോയുടെ ഹെഡ്ഫോണും ഒരേ സൗണ്ട് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. പക്ഷേ ബേസ് മോഡിലേക്ക് ഇടുമ്പോൾ ഈ ഓപ്പോയുടെ എൻകോ w31 അത്യാവശ്യം നല്ല ബാസ് കൂടിയിട്ട് അടിപൊളി സൗണ്ട് ക്വാളിറ്റി ലഭിക്കുന്നത്. മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഓപ്പോയുടെ ഹെഡ്ഫോൺ തന്നെയാണ്. പിന്നെ ഇവ രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ ചെവിയിൽ കുറെ നേരം വെക്കുമ്പോഴാണ്. ആപ്പിളിന്റെ എയർപോഡ്സ് കുറച്ച് വെയിറ്റ് കൂടുതലുള്ള രീതിയിലാണ് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കുറെ സമയം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചെവിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിസ്റ്റർബൻസ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഓപ്പോയുടെ ഈ ഒരു ഹെഡ്ഫോണിന് ആ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നില്ല. എങ്കിലും ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ തന്നെയാണ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് ഒക്കെ തന്നെ രണ്ടും ഏകദേശം ഒരേ രീതിയിലാണ് വരുന്നത്. നമുക്കൊരു 3 to 3.5 മണിക്കൂർ ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും. ആപ്പിളിലാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ നമുക്ക് മ്യൂസിക് പ്ലേ ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കേസിങ്ങിന്റെ ഡിസൈൻ നോക്കാം. കേസിംഗ് നമുക്ക് ഓക്കോയും ആപ്പിളും നോക്കുമ്പോൾ കുറച്ചുകൂടി തിക്കർ ആയിട്ടുള്ളത് ആപ്പിളാണ്. ഒരു തിന്നറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഓപ്പോ തന്നെയാണ്. പക്ഷെ നമുക്ക് യൂസിങ് വളരെ സുഖമായിട്ട് തോന്നിയത് എനിക്ക് ആപ്പിളിന്റെ ഈ എയർപോഡ്സ് പ്രോയുടെ കവറാണ്. ഇത് നമുക്ക് സിംഗിൾ ഹാൻഡ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കും. ഓപ്പോ അതുപോലെയല്ല, കുറച്ച് റിസ്ക് എടുത്തെങ്കിൽ മാത്രമേ സിംഗിൾ ഹാൻഡ് കൊണ്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഡബിൾ ഹാൻഡ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലേക്ക് എയർപോഡ്സ് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഓപ്പോയും ആപ്പിളും തമ്മിൽ നല്ല മാറ്റം വരുന്നുണ്ട്. ആപ്പിളിന്റെ എയർപോഡ്സ് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പോ നേരെ കിടത്തി വെച്ചാൽ തന്നെ ഇതിൽ കറക്റ്റ് ആയിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ രണ്ടും മാഗ്നറ്റിക് ഫീൽഡോട് കൂടിയിട്ടാണ് വരുന്നത്. താഴേക്ക് വീഴുന്നൊന്നുമില്ല. പിന്നെ എയർപോഡ്സ് ഇതിൽ നിന്നും എടുക്കുന്ന രീതി നോക്കാം. ആപ്പിൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു രീതിയിൽ കയ്യിലേക്ക് വരുന്നുണ്ട്. ഓക്കോ ചില സമയം നമ്മുടെ കയ്യിലൊക്കെ ചെറിയ എണ്ണമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പൊക്കിയെടുക്കാൻ സാധിക്കുകയില്ല.
അപ്പോൾ നമ്മൾ ചെറുതായിട്ടും തള്ളിയിട്ട് ഓപ്പൺ ആക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് കേസിൽ നിന്നും എടുക്കുന്ന രീതി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് ആപ്പിൾ തന്നെയാണ്. അതിന് ഈ ഒരു ഡിസൈനും ഇതിൻ്റെ കേസിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് വീണാലൊന്നും വലിയ രീതിയിൽ പരിക്ക് നമ്മുടെ ഈ ഒരു കേസിന് വരാൻ സാധ്യതയില്ല. ഓപ്പോ ആണ് നമ്മൾ ഇതുപോലെ വീഴുന്നുണ്ടെങ്കിൽ ഇത് 2 പീസാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിൻ്റെ ഈ ഒരു ഭാഗം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത്ര വലിയ രീതിയിലുള്ള കണക്ഷനൊന്നും ഇവിടെ വരുന്നില്ല. ആപ്പിൾ നല്ല വീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആപ്പിൾ നമ്മുടെ സാധാ ലൈറ്റ്നിങ് പോർട്ട് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷേ ഓക്കോയിൽ നമ്മൾ ചാർജർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു മൊബൈൽ ഫോണിൻ്റെ ചാർജറൊന്നും ഇതിൽ കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഇതിൻ്റെ കണക്ടർ കുറച്ച് അകത്തേക്ക് തള്ളിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് തിക്കറായിട്ടുള്ള ചാർജറൊന്നും ഇതിലേക്ക് ഇറങ്ങുകയില്ല. തിന്നായിട്ടുള്ള ചാർജർ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുക. ഇതിലായിട്ട് ടൈപ്പ് സി ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുകയാണെങ്കിൽ ആപ്പിളിന്റെ എയർപോഡ്സ് ആകെ സിംഗിൾ വൈറ്റ് കളറിൽ മാത്രമാണ് ലഭിക്കുക. ഓപ്പോ ആണെന്നുണ്ടെങ്കിൽ 2 കളറിൽ അവൈലബിൾ ആണ്. ഒന്ന് ഈ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഒരു വൈറ്റ് ഫിനിഷിങ്ങും ലഭിക്കുന്നുണ്ട്. 2 ബ്ലൂടൂത്ത് ഹെഡ്ഫോണും വർക്ക് ചെയ്യുന്നത് ബ്ലൂടൂത്ത് 5.0 തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു 10 മീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഇതിലെ ഓഡിയോ ഔട്ട്പുട്ട് ലഭിക്കും. ആപ്പിളിന്റെ എയർപോഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ്. അതുകൊണ്ട് തന്നെ വയർലെസ് ആയതുകൊണ്ട് നമുക്ക് ഏതൊരു ഡിവൈസിൽ വെച്ചാലും ചാർജ് ചെയ്യാൻ സാധിക്കും. ഓപ്പോയിൽ നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ടല്ല, ടൈപ്പ് സി ഇൻപുട്ട് വഴി മാത്രമാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവ രണ്ടും തമ്മിലുള്ളൊരു മേജർ വ്യത്യാസങ്ങൾ വരുന്നത്. പക്ഷേ നമ്മൾ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. രണ്ടിൻ്റെയും പ്രൈസ് ഡിഫറൻസ് വളരെയധികം പ്രൈസ് ഡിഫറൻസ് ഉള്ള 2 ഡിവൈസുകളാണിവ. അപ്പോൾ ഇതിലൊക്കെ തന്നെയാണ് ആപ്പിൾ എയർപോഡ്സും ഓപ്പോ w31 എന്നുള്ള വയർലെസ് ഹെഡ്ഫോണിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.